അങ്ങനെ ലോകമെമ്പാടുമുള്ള ആപ്പിൾ പ്രേമികൾ കാത്തിരുന്ന iOS 18 ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18 പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഏതാനും ചില ഹൈലൈറ്റഡ് ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ iOS 18 റിലീസ് ചെയ്തേക്കുന്നത് ബേറ്റ അപ്ഡേറ്റ് ആയിട്ടാണ്. അതായത് നിങ്ങൾ സെറ്റിംഗ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഓപ്ഷനിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കത്തില്ല. കാരണം ഇത് ഡെവലപ്പർ ബേറ്റയിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്നത്. ഇത് ഒഫീഷ്യലി നമ്മളുടെ എല്ലാവരുടെയും ഡിവൈസിലേക്ക് വരുന്നത് ഈ വരുന്ന സെപ്റ്റംബറിൽ പുതിയ ഐഫോണുകൾ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ്, പബ്ലിക് അപ്ഡേറ്റ് ലഭിക്കത്തുള്ളൂ. ഇപ്പം കറൻ്റ്ലി ഇതിൻ്റെ ടെസ്റ്റ് ഫേസിലാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നവരോട് എനിക്കൊരു വാർണിംഗ് തരാനുള്ളത്, നിങ്ങൾ ബഗ് മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ആണെങ്കിൽ യാതൊരു കാരണവശാലും ബേറ്റ അപ്ഡേറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യുക. ഇനി iOS 18 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിലേക്ക് പോകും. ആദ്യം തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ iOS 17, 18 തമ്മിൽ വലിയ ലുക്കിൽ വ്യത്യാസങ്ങളൊന്നും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോം സ്ക്രീൻ സെറ്റപ്പാണ് അല്ലെങ്കിൽ ലേ ഔട്ടാണ് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇനി എവിടെ വേണമെങ്കിലും ആപ്ലിക്കേഷൻസ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ആപ്ലിക്കേഷൻസിന് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്. ലിറ്ററലി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻസ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ആപ്പ് ഐക്കൺസിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുവേണ്ടി നിങ്ങൾ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഹോം സ്ക്രീനിൽ അവിടെ ഏറ്റവും ടോപ്പിൽ കാണുന്ന എഡിറ്റ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. കസ്റ്റമൈസിൻ്റെ ഓപ്ഷനിൽ പോവുക. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ലൈറ്റും ഡാർക്ക് മോഡും തമ്മിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവും. പിന്നെ ഡാർക്ക് മോഡാണ്. എൻറ്റയർ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിറ്ററലി ഏത് കളേഴ്സ് വെച്ചും നിങ്ങളുടെ ആപ്പ് ഐക്കൺസിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ടിൻറ്റഡ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാൾപേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്, ആ ഒരു വാൾപേപ്പറുമായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ തീം നിങ്ങളുടെ ആപ്പ് ഐക്കൺസിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കളർ പിക്കർ ടൂൾ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ വേണ്ട കളർ ഏതാണെന്ന് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആപ്പ് ഐക്കൺസിൻ്റെ സൈസും നമുക്ക് വലുതാക്കാൻ സാധിക്കും. അതിനാണ് ലാർജ് ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആപ്പ് ഐക്കൺസിൻ്റെ ആ ഒരു സൈസ് ഇപ്പം എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് കാണാൻ സാധിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ആ ഒരു ഐക്കൺസിന് താഴെയുള്ള ടെക്സ്റ്റ് ഇപ്പോൾ കാണാൻ സാധിക്കത്തില്ല. സോ എൻ്റയർലി ടെക്സ്റ്റ് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിപ്പം ബെയ്റ്റാലായതുകൊണ്ട് തന്നെയും നമുക്ക് സ്മോൾ ഐക്കൺസിന് ടെക്സ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ കൊടുത്തിട്ടില്ല. സോ അതും കൂടെ മേ ബി മിക്കവാറും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബെയ്റ്റ അപ്ഡേറ്റ്സിൽ നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കാം. ഇതിലെ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസർ റിക്വസ്റ്റ് വന്നേക്കുന്ന ഒരു ഫീച്ചറാണ്. അതായത് ആപ്സ് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസും നിങ്ങളുടെ ഐഫോണിൻ്റെ ലോക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അത് കഴിയുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം റിക്വയർഡ് ഫേസ് ID എന്ന് പറയുന്നത്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫേസ് ID ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വൺസ് ഫേസ് ID സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും പിന്നീട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഫേസ് ID റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. വൺസ് നമ്മൾ ഫേസ് ID എപ്പം കാണുന്നോ അപ്പോൾ തന്നെ നമ്മളെ ആ ഒരു ആപ്ലിക്കേഷൻ അൺലോക്ക് ആകുന്നതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിക്വയർഡ് ഫേസ് ID എന്നുള്ളത് ഹൈഡ് ആൻഡ് റിക്വയർഡ് ഫേസ് ID എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ ഹൈഡ് ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ പോയി. ഇനി ആ ആപ്ലിക്കേഷൻ തപ്പിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ലൈബ്രറിയിൽ പോവുക. അവിടെ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുമ്പം ഹിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ പോയാലും മറ്റൊരാൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. കാരണം അതിൽ ടാപ്പ് ചെയ്താലും നമുക്ക് ഫേസ് ID വേണം എന്നുള്ളത് പ്രോംപ്റ്റ് വീണ്ടും കാണിക്കും. അത് കണ്ടോ, ആ ഫേസ് ID കാണാത്തടത്തോളം കാലം നമുക്ക് ഹൈഡ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കത്തില്ല. പിന്നീട് ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമാണ്, പക്ഷേ എഫക്റ്റീവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡൈനാമിക് ഐലൻഡുള്ള രണ്ട് ഡിവൈസിൽ, ഇത് 15 Pro ആണ്, ഇത് 14 Pro. ഓക്കെ, ഇതിൽ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പ്ലാറ്റർ നമ്മുടെ ഒരു ഡൈനാമിക് ഐലൻഡ് അവിടെ കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെയായിരുന്നു 15 Proയിൽ ഉണ്ടായിരുന്നത്, എന്നാൽ അല്ലെങ്കിൽ iOS 17 ഉണ്ടായിരുന്നത്. എന്നാൽ iOS 18 വന്നപ്പം അത് കാര്യമായിട്ടൊന്ന് വാമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ഗിഫ് ഐക്കൺ അല്ലെങ്കിൽ പ്ലാറ്റർ വന്നേക്കുന്നത്. ഓക്കെ, ഇത് വെറുതെ ഒരു പ്ലാറ്ററായിട്ട് കൊണ്ടുവന്നേക്കുന്നതല്ല. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഈ രണ്ട് സ്ക്രോൾ വീൽ അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ബാക്കിലേക്ക് ഇത് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ വെട്ടം, ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത്, ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് നിങ്ങൾക്കൊരു പോയിൻ്റായിട്ട്
ചെയ്യാൻ സാധിക്കും. ആ ലൈറ്റിനെ ഫ്ലാഷ് ലൈറ്റിനെ നിങ്ങൾക്കൊരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ മൊത്തത്തിലുള്ള ഫേസ് ഇൻക്രീസ് ചെയ്യുന്നതും കാണാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു വിജിറ്റിൽ ഈ ഒരു ഐക്കൺസ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ആ സൈഡിൽ ഹോൾഡ് ചെയ്ത് അല്ലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിജിറ്റ് ഇങ്ങനെ റീസൈസ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ റീസൈസ് ചെയ്യാൻ സാധിക്കും. താഴത്തേക്ക് നിങ്ങളിങ്ങനെ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിജിറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വിജിറ്റുകൾ ഇനി റീസൈസ് ചെയ്യാൻ സാധിക്കും iOS 18. വർഷങ്ങളായിട്ടുള്ള നമ്മൾ ആപ്പിൾ യൂസേഴ്സിൻ്റെ പ്രധാനപ്പെട്ട 2 റിക്വസ്റ്റുകളായിരുന്നു ആപ്പിൾ ഈ വർഷം iOS 18 നിറവേറ്റിയത്. അതായത് ഫോൺ ആപ്പിൽ ഒന്ന് T9 ഡയലിംഗ് എന്ന് പറഞ്ഞ ഫങ്ഷനാലിറ്റി. അതായത് നമ്മളിപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ആ നമ്പർ ബേസ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റുകൾ, ഏതൊക്കെ കോൺടാക്റ്റുകൾക്ക് ഈ നമ്പർ ഉണ്ടോ അതെല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ കോൺടാക്റ്റുകൾ നമുക്ക് വളരെ എളുപ്പം കാണാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 കോൾ റെക്കോർഡിംഗ് ആണ്. ആ ഒരു ഫങ്ഷനാലിറ്റി 100% ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ iOS 18 ഫസ്റ്റ് ബെയ്റ്റയിൽ അവൈലബിൾ അല്ല. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഫ്യൂച്ചർ ബെയ്റ്റയിൽ ആപ്പിൾ തീർച്ചയായിട്ടും ആ ഒരു ഫങ്ഷനാലിറ്റി കൊണ്ടുവരുന്നതായിരിക്കും. മൂന്നാമത് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ റീസെൻറ്റ് ടാബിലാണ്. iOS 17 18 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നിങ്ങൾ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് കാണാം. നമുക്കിവിടെ റീസെൻറ്റ് ടാബിൽ സെർച്ച് ഓപ്ഷൻ വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കോൾ UI അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻ്റർഫേസ് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ, അതായത് കോൺടാക്റ്റിൽ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന പ്രൊഫൈൽ പിക്ചറും കാണാൻ സാധിക്കും. പിന്നീട് നോട്ട്സ് ആപ്പ്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പിൻ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇവിടെ നമുക്ക് റൈറ്റ് ഫ്രം നോട്ട്സ് ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലൈവ് ട്രാൻസ്ക്രിപ്ഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിലെ ഏറ്റവും വലിയൊരു മാറ്റം കമ്പയർ ടു പ്രീവിയസ് റിലീസ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. നിങ്ങൾക്കിവിടെ കാണാം എത്രത്തോളം വ്യത്യാസമാണ് കൺട്രോൾ സെൻറ്ററിൻ്റെ പ്ലാറ്റിലും UIയിലും ആ ഒരു എൻറ്റയർ ഡിസൈനിൽ വന്നേക്കുന്നതും കസ്റ്റമൈസേഷനിൽ വന്നേക്കുന്നതും മാറ്റങ്ങൾ വളരെ വിസിബിളാണ്. iOS 18 പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൈഡിൽ നമുക്ക് ഡിഫറെൻറ്റ് പേജസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫേവറേറ്റ്, മ്യൂസിക്, അതുപോലെ നെറ്റ്വർക്ക്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. അതിനുവേണ്ടി ഇതുപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനിലേക്കും വളരെ പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കസ്റ്റമൈസേഷൻ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നേക്കുവാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പുതിയ കൺട്രോളുകൾ, ജസ്റ്റ് ആഡ് എ കൺട്രോൾ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം കൺട്രോൾ ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ആപ്പിളിൻ്റെ ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ മാത്രമാണ്. ഇനി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്പേഴ്സിനും ഇതുപോലെ കൺട്രോൾ സെൻറ്ററിലേക്ക് കൺട്രോളുകൾ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ കൺട്രോളുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്നും കൺട്രോളുകൾ ഇനി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ യൂസേഴ്സിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു സ്ഥിരമുള്ള ഈ ഒരു ക്യാമറയും ഈ ഒരു ഫ്ലാഷും മാറ്റണം എന്നുള്ളത്. അത് ഫൈനലി ഇപ്പം ആപ്പിൾ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലോക്ക് സ്ക്രീനിലുള്ള കൺട്രോൾസും നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലും ഇതുപോലുള്ള കൺട്രോൾ വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൺട്രോളുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ളിടത്ത് നമുക്ക് കൺട്രോൾസ് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അറ്റൻഷൻ ടുവേർഡ്സ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഈ വോളിയം റോക്കേഴ്സ്, സൈഡിലെ വോളിയം റോക്കേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണം. അതായത് ഈ ഒരു വോളിയം റോക്കേഴ്സിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു വോളിയം റോക്കേഴ്സിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ബെസൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതും കാണാൻ സാധിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കത്തില്ല. ആ വോളിയം HUD മാത്രമേ വരത്തുള്ളൂ. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ആ വോളിയത്തിൻ്റെ റോക്കർ ഞാൻ പ്രസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ആ ഒരു ബെസൽ തള്ളി വെളിയിലേക്ക് വരുന്ന കാണാൻ സാധിക്കും. സോ അങ്ങനെ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേഷൻ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പറയേണ്ടത് സിറിനെ പറ്റിയാണ്. സിറി ഇപ്പം നിങ്ങൾക്ക് ഇൻവോക്ക് ചെയ്യുമ്പോൾ കാണാം സിറി ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതല്ല ആക്ച്വൽ സിറി. വരാനുള്ള യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഇവന്റിൽ കണ്ട സിറി ഇതല്ല. അപ്പോൾ പുതിയ ഫങ്ഷണാലിറ്റിയും ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടുള്ള ആ ഒരു സിറി താമസിക്കാതെ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിന് മുന്നേ തന്നെ നമ്മളുടെ എല്ലാം ഡിവൈസുകളിൽ അല്ലെങ്കിൽ ഈ ഒരു iOS 18 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ ഒരു ബീറ്റ അപ്ഡേറ്റിൽ നമുക്ക് സിറി അപ്ഡേറ്റ് വന്നിട്ടില്ല. അതുപോലെ സിറി ഉപയോഗിച്ച് നമ്മൾ സിസ്റ്റം സെറ്റിംഗ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് UIയിലും കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് iOS 18 വന്നിട്ടുണ്ട്. നിങ്ങൾ സിറീനെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വോളിയം റോക്കറിൽ കണ്ട പോലെ തന്നെ സിറീനെ ഇൻവോക്ക് ചെയ്യുമ്പം നിങ്ങൾ കണ്ടോണം ആ ബെസൽസിൻ്റെ സൈഡിൽ ഒരു എഡ്ജ് തള്ളി വരുന്ന കാണാൻ സാധിക്കും, ഒരു ആനിമേഷൻ. അപ്പം അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. സോ സിറീനെ ഇൻവോക്ക് ചെയ്ത് എനേബിൾ ഓട്ടോ ബ്രൈറ്റ്നസ്. സോ സിസ്റ്റം സെറ്റിംഗ്സ് സിറിയിൽ വന്നിരിക്കുന്ന ആ ചേഞ്ച് വളരെ വിസിബിളാണ്. ചെറുതാണ്, പക്ഷേ നോട്ടീസ് ചെയ്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു iOS 18 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആപ്പിൾ കൺഫേം ചെയ്ത 2-3 ഫീച്ചേഴ്സാണ് ആക്സസിബിലിറ്റിയിലുള്ള ഐ ട്രാക്കിംഗ് എന്നുള്ളത്. സോ നിങ്ങൾ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഐ ട്രാക്കിംഗ് ഫങ്ഷനാലിറ്റി
അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാലിബ്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ഐ ട്രാക്കിംഗ് ഫംഗ്ഷനാലിറ്റി നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത് വോക്കൽ ഷോർട്ട് കട്ട്, ഇതും നമ്മൾ ആ ഒരു ആക്സസിബിലിറ്റിയുടെ ഫീച്ചറായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മോഷൻ ക്യൂ എന്ന് പറയുന്നത്, അത് നമ്മൾ മോഷൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷോ വെഹിക്കിൾ മോഷൻ ക്യൂ എന്നുള്ളത്. ഇതാണ് ആ ഒരു മോഷൻ ക്യൂ. അത് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് ലഭിക്കും. പിന്നീട് ഒരു കംപ്ലീറ്റ് റീഡിസൈൻ കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസ് ആപ്പ്. നമ്മൾ ഫോട്ടോസ് ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും കണ്ട പോലത്തെ ഒരു ഫോട്ടോസ് ആപ്പ് അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന UI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഫോട്ടോസ് ആപ്പിൻ്റെ UI, ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഫോട്ടോസ് ആപ്പിൻ്റെ UIയും ഈ പുതിയ UI നിങ്ങൾക്ക് കണ്ടാൽ വ്യത്യാസം മനസ്സിലാവും. പിന്നീട് വന്ന മറ്റൊരു വലിയ ചേഞ്ച് എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ ആപ്പിനകത്താണ്. കാൽക്കുലേറ്റർ ആപ്പിനകത്ത് നമുക്ക് ഇനി ഹിസ്റ്ററീസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഹിസ്റ്ററി, നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന കാൽക്കുലേഷൻസിൻ്റെ ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഏറ്റവും താഴെയുള്ള ഈ ഒരു ഐക്കണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്ത് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു കണക്കിനും റിസൾട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും. സോ സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ഫീച്ചറായിരിക്കും ഈ ഒരു മാത്ത് നോട്ട് എന്ന് പറയുന്നത്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ മെസ്സേജ് ആപ്പിനകത്താണ്. ഇവിടെ ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻഡ് ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് മെസ്സേജ് നിങ്ങൾക്ക് ഇനി മുതൽ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഹലോ എന്നുള്ളത് ടാപ്പ് ചെയ്തിട്ട് എപ്പോഴത്തേക്കാണ് ഈ ഒരു മെസ്സേജ് അയാൾക്ക് പോകേണ്ട അല്ലെങ്കിൽ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. വൺസ് നിങ്ങളത് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം സെൻഡ് ടുമോറോ ആ ഒരു ടൈമും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ആ ടൈം ആകുമ്പോൾ കൃത്യമായിട്ട് മെസ്സേജ് ബ്ലൂ കളറിലേക്ക് ആയിക്കോളും. പിന്നീട് മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബോൾഡ് ആക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ ടാപ്പ് ചെയ്താൽ ബോൾഡ് ആവും, അണ്ടർലൈൻ, അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ടെക്സ്റ്റ് എഫക്റ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ അത് ആനിമേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ടാപ്പ് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചറും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക് കളറിലുള്ള അല്ലെങ്കിൽ ഗ്രേ കളറിലുള്ള ആ ഒരു ഇമോജി സ്റ്റിക്കേഴ്സിന് പകരം നിങ്ങൾക്കിവിടെ കളർഫുൾ ആയിട്ടുള്ള ഇമോജി സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ ഇമോജീസും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു സത്യം. ഇവിടെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ മെസ്സേജുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫോണ്ടിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ട് ആപ്പിൾ. അതായത് സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ജനറൽസിലേക്ക് പോകുമ്പം ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ സിസ്റ്റം ഫോണ്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ചേഞ്ച് കൊണ്ടുവന്നത് സെറ്റിംഗ്സ് UIയിലാണ്. ഞാൻ നേരത്തെ നമ്മളുടെ പ്രീവിയസ് ലീക്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിംഗ്സ് UIക്കും കാര്യമായിട്ടുള്ള ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ iOS 17 നമുക്ക് കോർണേഴ്സ് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആ സൈഡിൽ കുറച്ച് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ അധികം ഓപ്ഷൻസിൻ്റെ ലേ ഔട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാറ്ററിയൊക്കെ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ജനറൽസിലേക്ക് പോയി കഴിയുമ്പം ഏത് ഓപ്ഷനിലേക്ക് പോയാലും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗിഫ് ഐക്കൺസ്, കുറേയധികം ഗിഫ് ഐക്കൺസ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ലീക്സ് ആൻഡ് റൂമേഴ്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ പാസ്വേഡ് എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് പാസ്വേഡ് ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഷെയർ ചെയ്യാനുള്ളതും പാസ് കീ സപ്പോർട്ടും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ പാസ് കീ ഒക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാസ്വേഡിനെ. നമുക്ക് വൈഫൈ, ഡിലീറ്റഡ്, സെക്യൂരിറ്റി ത്രെഡുള്ള പാസ്വേഡുകൾ, അതോടൊപ്പം തന്നെ നോട്ടിൻ്റെ എന്തെങ്കിലും കോഡുകൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് iOS 8 വന്ന ഏതാനും വളരെ ചുരുക്കം ചില ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് പറയാനുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മറ്റ് വീഡിയോസിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.